UAE കളം മാറി ചവിട്ടുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇസ്രായേലുമായി കൂടുതൽ അടുക്കുന്നു. 2020 അബ്രഹാം ഉടമ്പടിക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായിരുന്നെങ്കിലും 2023 ഗസ ഇസ്രായേൽ ഏറ്റുമുട്ടലിൽ ബന്ധത്തിൽ ചെറിയ താളപ്പിഴവുകൾ സംഭവിച്ചെന്ന് ലോകം കരുതിയിരുന്നു. എന്നാൽ ഇറാന്റെ മിഡിൽ ഈസ്റ്റിലെ അറബ് ലോകത്തേക്കുള്ള കടന്നുകയറ്റത്തോടെ UAE ഇസ്രായേൽ ബന്ധം പൂർവാധികം ശക്തമായിരിക്കുന്നു. ഇപ്പോൾ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്കപ്പുറം ഇസ്രായേലിന്റെ പ്രതിരോധ സഹകരണവും പ്രതിരോധ സംവിധാനങ്ങളെയും UAE വാരിപ്പുണർന്നിരിക്കുന്നു. UAEയുടെ സുരക്ഷാ താല്പര്യങ്ങളാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോഴും അറബ് രാജ്യങ്ങൾ തങ്ങളുടെ സഹോദരങ്ങളെ എന്ന് വാഴ്ത്തിപ്പാടിയ ഫലസ്തീനികളെ അവരുടെ കണ്ണീരിന് പാടെ മറന്നുപോവുകയോ അവഗണിക്കുകയോ ചെയ്തു എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഒരു ഭാഗത്ത് സാമ്പത്തികമായി സഹായിക്കുമ്പോൾ തന്നെ ഫലസ്തീനികളെ കൊല്ലാക്കൊല ചെയ്യാൻ കൂട്ടുനിൽക്കുകയായിരുന്നു അറബ് ലോകം എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഈ അവസ്ഥയിൽ ഹൂത്തി വിമതരിൽ നിന്നും മറ്റു പ്രാദേശിക ഭീഷണികളിൽ നിന്നും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ UAEക്ക് ശക്തമായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ആവശ്യമാണ്. ഇതിനായി ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സംവിധാനങ്ങളിലൊന്നായ ഇസ്രായേലി സാങ്കേതിക വിദ്യ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നു. UAEയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇസ്രായേലിന്റെ അയൺ ഡോമുകൾ UAEയിൽ ആകമാനം വിന്യസിക്കുന്നു എന്ന വാർത്തകൾക്കപ്പുറമാണ് സത്യമെന്നതാണ് ഞെട്ടിക്കുന്നത്. വാർത്തകൾ സൂചിപ്പിക്കുന്നത് വെറും അയൺ ഡോം മാത്രമല്ല, അതിനേക്കാൾ വിപുലമായ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ചാണ്. അതിലൊന്നാണ് ഇറാന്റെ സ്പൈഡർ വ്യോമ പ്രതിരോധ സംവിധാനം. ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ ഇത് വളരെ ഫലപ്രദമാണ്. സൈനിക രംഗത്ത് ലോകപ്രശസ്തമായ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് സ്പൈഡർ. വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, മിസൈലുകൾ എന്നിവയെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ഇതിന് സാധിക്കും. ഇസ്രായേലിന്റെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റമാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഹ്രസ്വദൂര മിസൈലുകളെ തടയാൻ അയൺ ഡോം സഹായിക്കുന്നു. ഇത് UAEയുടെ പ്രധാന കേന്ദ്രങ്ങൾക്ക് ചുറ്റും വിന്യസിക്കാനാണ് സാധ്യത. ബാരക് 8 ആണ് ഇസ്രായേലിൽ നിന്നും UAE സ്വീകരിച്ച മറ്റൊരു പ്രതിരോധ സംവിധാനം. കപ്പലുകളിൽ നിന്നും കരയിൽ നിന്നും തൊടുക്കാവുന്ന അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമാണിത്. അറബ് രാഷ്ട്രങ്ങളും ഇസ്രായേലും തമ്മിലുള്ള ശത്രുത മാറി തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് മാറുന്നതിന്റെ വലിയ ഉദാഹരണമാണിത്, സൂചനയാണിത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള വെല്ലുവിളികളെ നേരിടാൻ ഒരു മിഡിൽ ഈസ്റ്റ് എയർ ഡിഫൻസ് അലയൻസ് രൂപീകരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കങ്ങളെ നിരീക്ഷകർ കാണുന്നത്. വെറും ആയുധങ്ങൾ വാങ്ങുക മാത്രമല്ല, സൈനിക പരിശീലനത്തിലും ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവെക്കുന്നതിലും ഇരു രാജ്യങ്ങളും ഇപ്പോൾ സഹകരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ UAE ഇസ്രായേലിന്റെ ഉറ്റത്തോയനായി മാറുകയും ഒപ്പം തന്നെ ഫലസ്തീനികളെ കശാപ്പുശാലയിലേക്ക് നയിക്കുന്ന കശാപ്പുകാരനായി മാറുകയും ചെയ്തിരിക്കുന്നു.